സ്വപ്ന സാക്ഷാത്കാരമായ വീട്. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഏതേതോ സരണികളിൽ എന്ന കൃതിയിലൂടെ CV ബാലകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായി. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ സുധാകരൻ. മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ വേദന മനസ്സിലാക്കാൻ കഴിയില്ലെന്നും സ്ത്രീകളെക്കാൾ കഷ്ടമാണ് പിണറായിയുടെ കാര്യമെന്നും കെ സുധാകരൻ. ആണുങ്ങളെ പോലെ എന്തെങ്കിലും ചെയ്തില്ലെന്ന്, പക്ഷേ ആണുങ്ങളെ പോലെ ചെയ്തില്ലെന്ന് മാത്രമല്ല, പെണ്ണുങ്ങളെക്കാൾ മോശമായി എന്നതാണ് യാഥാർത്ഥ്യം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ജനുവരി 24-ന് കേബിൾ TV ശൃംഖല നിശ്ചലമാകുമെന്ന് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുകളുടെ സംയുക്ത സമിതി. ട്രോയ് നിർദ്ദേശിച്ച താരിഫിലെ അശാസ്ത്രീയ നിർദ്ദേശങ്ങളും അപാകതകളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി 24-ന് അഖിലേന്ത്യാ തലത്തിൽ കേബിൾ TV സംഘടനകൾ ചാനൽ ബ്ലോക്കൌട്ട് പ്രഖ്യാപിച്ചു. വിനോദയാത്രയ്ക്കിടെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. ചെറുപുഴയിലെ അധ്യാപകനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഏഴിമല നേവൽ അക്കാദമി മാലിന്യ പ്രശ്നത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രാമന്തളി പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. യോഗ തീരുമാനപ്രകാരം വൈകിട്ടോടെ സംഘം മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകി. പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തോട്ടം തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തും. വർഷങ്ങളായുള്ള സമരത്തിനും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് ഇത് തത്വത്തിൽ ധാരണയായിരിക്കുന്നത്. താവം പള്ളിക്കരയിൽ സ്വകാര്യ വ്യക്തി തണ്ണീർത്തടം നികത്തുന്നു. തണ്ണീർത്തടം നികത്തൽ അധികൃതരുടെ മൗനാനുവാദത്തോടെയെന്നും ആക്ഷേപം. വാർത്തകളിലേക്ക് വിശദമായി. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. CV ബാലകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായി. മികച്ച യാത്രാ വിവരണ ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം CV ബാലകൃഷ്ണന്റെ ഏതേതോ സരണികളിൽ എന്ന കൃതിക്ക് ലഭിച്ചു. അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം CV ബാലകൃഷ്ണൻ ആദ്യമായി നെറ്റ്വർക്ക് ന്യൂസിനോട്. CV ബാലകൃഷ്ണന്റെ പുസ്തകങ്ങളുടെ ഓരോ ശീർഷകവും നമ്മെ ഓരോ ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അവാർഡിന് അർഹമായ യാത്രാവിവരണമായ ഏതേതോ സരണികളിൽ എന്ന പുസ്തകത്തിന്റെ ശീർഷകവും അദ്ദേഹം എന്നോ പിന്നിട്ടുപോന്ന വഴികളിൽ കൂടിയൊക്കെയുള്ള പുനർസഞ്ചാരമാണ്. പഴയകാലം പുതിയ കാലത്തേക്കെത്തുമ്പോൾ എങ്ങനെ നമ്മുടെ ഭൂമികയുടെ കാഴ്ചയും രാഷ്ട്രീയവും മാറിപ്പോയിരിക്കുന്നു എന്നതും CV ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വൈകാരികത ചോരാതെയുള്ള ഭാഷയിൽ കൂടി നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തി തരുന്നു. CV തന്നെ എഴുതുന്നു. ബാല്യത്തിൻ്റെയും കൗമാരത്തിൻ്റെയും അനുഭവങ്ങൾ സമാഹരിച്ച പരൽമീൻ നീന്തുന്ന പാഠത്തിനു ശേഷം ജീവിതത്തിൻ്റെ അടുത്ത ദശയിലെ നാളുകൾ ഓർത്തെടുക്കുമ്പോൾ ഞാൻ സ്വയം കാണുന്നത് എങ്ങും വേരുറയ്ക്കാത്ത ഒരു യാത്രികനെയാണ്. ബംഗാളിൻ്റെ പാതകൾ CV ബാലകൃഷ്ണൻ എന്ന വ്യക്തിക്ക് ഏറെ പ്രിയപ്പെട്ടതുമാണ്. സത്യജിത് റായ്, മൃണാൾ സെൻ, ഉൽപ്പൽ ദത്ത്, ബാദൽ സർക്കാർ, സൗമിത്ര ചാറ്റർജി, ജ്യോതി ബസു, മദർ തെരേസ തുടങ്ങി ഒട്ടേറെ പ്രമുഖരെ നമുക്ക് ഈ സരണികളിൽ കണ്ടുമുട്ടാം. ഹൗറയും ബൗളിഗഞ്ചും വിക്ടോറിയ മെമ്മോറിയലും ഗരിയാഹട്ടുമൊക്കെ ഈ പുസ്തകത്തിൽ കൂടി നമുക്ക് മുൻപിൽ തെളിഞ്ഞു വരും. വളരെ സവിശേഷമായിട്ടുള്ള ഒരു യാത്രാവിവരണ ഗ്രന്ഥമാണ്. എനിക്ക് വളരെ ആത്മബന്ധമുള്ള ബംഗാളിൽ, പ്രത്യേകിച്ചും കൽക്കത്തയിൽ 2 കാലഘട്ടങ്ങളിലായിട്ട് നടത്തിയ യാത്രകളുടെ വിവരണമാണ് ഈ പുസ്തകം. ആദ്യം 1979 ഞാൻ കൽക്കട്ടയിൽ പോകുന്നത്. അതിനുശേഷം 10-35 വർഷത്തിന് ശേഷം വീണ്ടും കൽക്കത്തയിൽ പോവുകയും അന്ന് ആദ്യം സന്ദർശിച്ച അതേ സ്ഥലങ്ങൾ വീണ്ടും കാണുകയും അവിടുത്തെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ മാറ്റങ്ങളെ അടയാളപ്പെടുത്തുകയും ചെയ്ത പുസ്തകമാണ്. എൻ്റെ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് വളരെ പ്രിയം തോന്നിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഏതേതോ സരണികളെ. ആന്തരിക ചൈതന്യമായി രവീന്ദ്രനാഥ ടാഗോറും
ഫോട്ടോഗ്രാഫർ മധുരാജ് പകർത്തിയ ചിത്രങ്ങളുമുണ്ട്. യാത്രകളും അനുഭവങ്ങളും ഓർമ്മകളും ചേർന്ന് അനധിസാധാരണമായ ഒരു അനുഭൂതിയും അറിവും ഈ പുസ്തകം വെളിപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കാസർഗോഡ് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കാസർഗോഡ് കളക്ടറേറ്റ് മുന്നിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ വേദന മനസ്സിലാക്കാൻ കഴിയില്ലെന്നും സ്ത്രീകളെക്കാൾ കഷ്ടമാണ് പിണറായിയുടെ കാര്യമെന്നും K. സുധാകരൻ ആരോപിച്ചു. സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധ ഭാഗമായാണ് കാസർഗോഡും സംഗമം നടന്നത്. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാർ അലംഭാവം കാട്ടുന്നുവെന്നാരോപിച്ചും ദുരിതബാധിതർക്ക് ആനുകൂല്യം ഉടൻ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. സംസ്ഥാന വ്യാപകമായി നടന്ന പ്രതിഷേധ സംഗമത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം K. സുധാകരൻ കളക്ടറേറ്റ് പരിസരത്ത് നിർവഹിച്ചു. ആളുകൾ മുഖ്യമന്ത്രി അങ്ങ് പൊക്കിയടിക്കുമ്പോ ഞങ്ങളൊക്കെ വിചാരിച്ചു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാൽ ആണുങ്ങളെ പോലെ എന്തെങ്കിലും ചെയ്യുമെന്ന്. പക്ഷേ ആണുങ്ങളെ പോലെ ചെയ്തില്ലെന്ന് മാത്രമല്ല, പെണ്ണുങ്ങളെക്കാൾ മോശമായി എന്നതാണ് യാഥാർത്ഥ്യം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു വിവരമില്ലാത്തൊരു ഭരണാധികാരിയുടെ നിലവാരത്തിലേക്ക് പോലും മുഖ്യമന്ത്രി എത്തിയില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാൽ ആണുങ്ങളെപ്പോലെ എന്തെങ്കിലും ചെയ്യുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ പെണ്ണുങ്ങളെക്കാൾ മോശമായ കാര്യമാണ് പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് K. സുധാകരൻ പറഞ്ഞു. ഇരട്ടച്ചങ്കൻ, മുച്ചങ്കൻ എന്നൊക്കെ CPMന്റെ ആളുകൾ മുഖ്യമന്ത്രിയെ പൊക്കിയടിക്കുമ്പോൾ തങ്ങളും വിചാരിച്ചു പിണറായി ആണുങ്ങളെപ്പോലെ എന്തെങ്കിലും ചെയ്യുമെന്ന്. പക്ഷേ പെണ്ണുങ്ങളെക്കാൾ മോശമായി എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വിവരവുമില്ലാത്തൊരു ഭരണാധികാരിയുടെ നിലവാരത്തിലേക്ക് പോലും മുഖ്യമന്ത്രി എത്തിയെന്നും കോൺഗ്രസ് നേതാവ് കുറ്റപ്പെടുത്തി. ചടങ്ങിൽ ജില്ലാ ചെയർമാൻ MC ഖമറുദ്ദീൻ അധ്യക്ഷനായി. മുൻമന്ത്രി CT അഹമ്മദ്, NA നെല്ലിക്കുന്ന്, KP കുഞ്ഞിക്കണ്ണൻ, ഹക്കീം കുന്നിൽ, നീലകണ്ഠൻ, ഹരീഷ് P. നമ്പ്യാർ, V. കമ്മാരൻ, A. ഗോവിന്ദൻ നായർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വിനോദയാത്രയ്ക്കിടെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. ചെറുപുഴയിലെ അധ്യാപകനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. 3 മാസം മുൻപ് മലയോരത്തെ ഒരു എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്കിടെ ബസ്സിൽ നിന്നും വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണത്രേ പരാതി. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ വിദ്യാർത്ഥിനിക്ക് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായതായും കുട്ടിയെ കർണാടകത്തിലെ ചില ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതായും പറയപ്പെടുന്നു. തുടർന്ന് കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി മൊഴി നൽകിയതായും ഇതേ തുടർന്ന് അധ്യാപകന്റെ പേരിൽ പോക്സോ നിയമപ്രകാരം കേസെടുത്തതുമായാണ് സൂചന. നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ സംഭവത്തെക്കുറിച്ച് വാർത്ത വന്ന ശേഷമാണ് വിഷയം ചർച്ചയാകുന്നത്. സംഭവം പുറത്തായതോടെ ശക്തമായ പ്രതിഷേധമാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്ന ആരോപണം. അധ്യാപകനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അധ്യാപകനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് SFI എളേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് ഗേറ്റിൽ പോലീസ് തടഞ്ഞു. വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അധ്യാപകനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് SFI എളേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനെതിരെയാണ് സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോകവെ ബസ്സിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം പോലീസ് കേസെടുത്തതായും അറിയുന്നു. ഇയാളെ സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നത്. കാസർഗോഡ് DYSP ഹരിശ്ചന്ദ്ര നായിക്കിന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹം സ്കൂളിന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു. രാജപുരം SI ഷിജു AV, നീലേശ്വരം CI നാരായണൻ P തുടങ്ങിയവരും സ്ഥലത്തെത്തി. പ്രകടനമായി എത്തിയ SFI മാർച്ചിനെ സ്കൂൾ ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. SFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് രവീന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം സിദ്ധാർത്ഥ്, ഏരിയ സെക്രട്ടറി അഖിൽ, സേവിയർ പോൾ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അധ്യാപകനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി CPMന്റെയും DYFയുടെയും നേതൃത്വത്തിൽ ചെറുപുഴ, പുളിങ്ങം തുടങ്ങിയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. അധ്യാപകന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം. റോഷി ജോസ് എന്ന് പറയുന്ന അധ്യാപകൻ ഈ കലാലയത്തിനകത്ത് പഠിപ്പിക്കുന്നത് അവന് പഠിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന, അവൻ പഠിപ്പിക്കേണ്ടുന്ന വിഷയങ്ങൾ മാത്രമല്ല എന്നും വിദ്യാർത്ഥിനികളുടെ മാനാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന തെമ്മാടിയായി ഈ അധ്യാപകൻ ഈ കലാലയത്തിനകത്ത് വളർന്നു വരികയാണോ എന്നുള്ള വലിയ വെളിപ്പെടുത്തലാണ് വിദ്യാർത്ഥിനി പൊതുസമൂഹത്തോടെല്ലാം തന്നെ, ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ ജുഡീഷ്യറിയോടെല്ലാം തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പൊരുന്ന വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച്, ഇങ്ങനെ ഒരു വലിയ കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ കുറിച്ച്, അത്തരത്തിലുള്ള വിഷയങ്ങളെ ഗൗരവത്തിൽ ഏറ്റെടുക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ ഈ വിഷയത്തെ ഗൗരവത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഏഴിമല നേവൽ അക്കാദമി മാലിന്യ പ്രശ്നങ്ങളിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രാമന്തളി പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ശക്തമായ ബഹുജന പ്രക്ഷോഭം നടത്താനും അടിയന്തരമായി മുഖ്യമന്ത്രിയെ കാണാനും സർവകക്ഷി സംഘം തീരുമാനിച്ചു.
തൊഴിലാളികൾ പുറത്ത് പറയാൻ പഠിച്ച കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ അവരെ ബാധിക്കുമോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാറുണ്ട്. തൊഴിലാളികൾ മത്സ്യം പിടിക്കാൻ പോയവർക്ക് അല്ലാതെ ചുരുത്തിലുണ്ടാകുന്നു. അതുപോലെ പിന്നെ തുറന്ന് വലിയ ചികിത്സ തേടിയവരുണ്ട്. കോഴിക്കോട് മുനിസിപ്പൽ ചികിത്സ തേടിയവരുണ്ട്. ഇതൊന്നും കാണാറുണ്ട്. അങ്ങനെ ഏഴിമല ലാവൽ അക്കാദമിയുടെ മാലിന്യപ്രശ്നത്തിൽ ജനകീയ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടയിൽ മാലിന്യ സംസ്കരണത്തിന്റെ ഉത്തരവാദിത്തം പഞ്ചായത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ നീക്കം നടക്കുന്നതായി ആക്ഷേപമുയരുന്നു. മാലിന്യ സംസ്കരണത്തിന് സൗകര്യമൊരുക്കേണ്ടത് പഞ്ചായത്താണെന്ന പുതിയ വാദം ഉയർത്തുകയാണ് നേവൽ അധികൃതർ. സർക്കാരിന് മുന്നിൽ നേവൽ അധികൃതരാണ് ഈ വാദം ഉയർത്തിയിരിക്കുന്നത്. 2016 നിയമപ്രകാരം മാലിന്യ സംസ്കരണത്തിന്റെ ഉത്തരവാദിത്തം അതാത് പ്രദേശത്തെ പഞ്ചായത്തുകൾക്കാണെന്നും അതിനാൽ നേവിയുടെ ഖരമാലിന്യ സംസ്കരണമെന്നുമാണ് ഇവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നതിനായി ചീഫ് സെക്രട്ടറി രാമന്തളി പഞ്ചായത്ത് സെക്രട്ടറിയെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് രാമന്തളി പഞ്ചായത്ത് സെക്രട്ടറി ഹരിദാസുമായി ചീഫ് സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തിയതായും അറിയുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ജനുവരി 24 കേബിൾ TV ശൃംഖല നിശ്ചലമാകുമെന്ന് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുകളുടെ സംയുക്ത സമരസമിതി. ട്രോയ് നിർദ്ദേശിച്ച കേബിൾ TV താരിഫ് ഓർഡറിലെ അശാസ്ത്രീയ നിർദ്ദേശങ്ങളും അപാകതകളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി 24 അഖിലേന്ത്യാ തലത്തിൽ കേബിൾ TV സംഘടനകൾ ചാനൽ ബ്ലോക്കൌട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇത്. കേബിൾ TV സംഘടനകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജനുവരി 24 COAയും കേബിൾ TV സംപ്രേഷണം നിർത്തിവെച്ച് പ്രതിഷേധിക്കും. എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിലാണ് സമിതി ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തെ കേബിൾ TV, DTH, IPTV മേഖലയിൽ നിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ 2019 ഫെബ്രുവരി 1 മുതൽ താരിഫ് ഓർഡർ നടപ്പിലാക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മേഖലയിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾക്കും പരാതികൾക്കും പരിഹാരമാകുമെന്ന നിലയിൽ ട്രായ് നടപ്പിലാക്കുവാൻ പോകുന്ന താരിഫ് ഓർഡർ കേബിൾ വരിക്കാർക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതും കേബിൾ ഓപ്പറേറ്റർമാരുടെ നിലവിലുള്ള വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതും പേ ചാനൽ ബ്രോഡ്കാസ്റ്റർമാരെ സഹായിക്കുന്നതുമാണ്. ഇത് ഫലത്തിൽ ഗുണം ചെയ്യുക വൻകിട MSOകൾക്ക് മാത്രമാണ് എന്നുള്ള കാര്യം ഞങ്ങൾ പലപ്പോഴും പറഞ്ഞതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ട്രായുടെ മുമ്പിൽ പല പ്രാവശ്യമായിട്ട് എല്ലാ സംഘടനകളും ഉന്നയിക്കുകയും തുടർന്ന് കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇപ്പം ദക്ഷിണേന്ത്യാ തലത്തിലും അഖിലേന്ത്യാ തലത്തിലും കേബിൾ അസോസിയേഷനുകൾ ഒരുമിച്ച് ചേരുകയും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന 24-ാം തീയതി പൂർണ്ണമായും സംപ്രേഷണം നിർത്തിവെച്ചുകൊണ്ട് 24 മണിക്കൂർ സംപ്രേഷണം നിർത്തിവെച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേബിൾ TV ബേസിക് നിരക്ക് 130 രൂപയാകും. ദൂരദർശൻ ചാനലുകൾ ഉൾപ്പെടെ 100 ഫ്രീ ടു എയർ ചാനലുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അടുത്ത 25 ചാനലുകൾക്ക് 20 രൂപ വീതമുള്ള നിരക്കാണ് ട്രായ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏകദേശം 4 വർഷം മുൻപ് തീരുമാനിച്ച ഈ ബേസിക് നിരക്കിൽ നിന്നും പ്രവർത്തന ചെലവ് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. വൈദ്യുതി പോസ്റ്റ് വാടക, ടെക്നീഷ്യന്മാരുടെ ശമ്പളം, കളക്ഷൻ കമ്മീഷൻ, നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, അപ്ഗ്രഡേഷൻ ചെലവുകൾ, വൈദ്യുതി ചാർജ്, വാടക എന്നിങ്ങനെയുള്ള ചെലവുകൾ നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ ചുരുങ്ങിയത് കണക്ഷന് 200 രൂപയെങ്കിലും ലഭിക്കണം. ഈ റെഗുലേഷൻ കേബിൾ വരിക്കാർക്ക് വലിയ ഗുണം ചെയ്യുമെന്നാണ് ട്രായുടെ മറ്റൊരു വാദം. ഇവിടെ വരിക്കാർക്ക് 130 രൂപയ്ക്ക് 100 ഫ്രീ ടു എയർ ചാനലുകൾ ലഭ്യമാകുമെന്നതും ചാനലുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമെന്നതും വസ്തുതയാണ്. എന്നാൽ ഇന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന പ്രധാന പേ ചാനലുകൾ കൂടി വേണമെങ്കിൽ നൽകുന്ന 230 മുതൽ 260 രൂപയ്ക്ക് പകരം 350 മുതൽ 400 രൂപയെങ്കിലും നൽകേണ്ടി വരും. സ്റ്റാർ ടിവിയുടെ 20 ചാനലുകൾ, ഏഷ്യാനെറ്റിന്റെ 3 ചാനലുകൾ, സ്പോർട്സ് ചാനലുകൾ, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് ചാനൽ ഉൾപ്പെടെ 20 രൂപയ്ക്കാണ് കേബിൾ ഓപ്പറേറ്റർമാർ നൽകുന്നത്. ഇതിൽ മലയാളം സ്പോർട്സ് ചാനലുകളുടെ ബൊക്കയ്ക്ക് മാത്രം 46 രൂപ വരും. സൂര്യ ടിവിയുടെ മലയാളം പാക്കേജ് കൂടി എടുത്താൽ ഇത് 21 രൂപ 80 പൈസയും മറ്റേതെങ്കിലും 4 or 5 അന്യഭാഷാ ചാനലുകളോ സ്പോർട്സ് ചാനലുകളോ കൂടി എടുത്താൽ 70 രൂപ കൂടി നൽകേണ്ടി വരും. 150 ഫ്രീ ടു എയർ ചാനലുകളും 100-ലധികം പേ ചാനലുകളും 240 രൂപയ്ക്ക് കിട്ടിയിരുന്നത് കേവലം 20 പേ ചാനലുകൾ ഉൾപ്പെടെ 170 ചാനലുകൾക്ക് മാത്രം 300 രൂപയ്ക്ക് മുകളിൽ വരും. സ്റ്റാർ ടിവിക്ക് നിലവിൽ കേരളത്തിൽ നിന്നും പേ ചാനൽ വരുമാനമായി പ്രതിമാസം 8 കോടി രൂപയാണ് നിലവിൽ കിട്ടുന്നതെങ്കിൽ ഇതിൽ 70% വരിക്കാർ മാത്രം മലയാളം പാക്കേജ് സ്വീകരിച്ചാൽ പോലും 16 കോടിയിലധികം രൂപ ലഭിക്കും. സൂര്യ ടിവിയുടെ അവസ്ഥയും മറിച്ചല്ല. ഈ മാറ്റം തിരിച്ചറിയുന്നതോടെ ഇന്ന് ഫ്രീ ടു എയർ ചാനലായി തുടരുന്ന മഴവിൽ മനോരമ, ഫ്ലവേഴ്സ് തുടങ്ങിയ ചാനലുകളും പേ ചാനലുകളാക്കി ഈ പാത പിന്തുടരും. ആത്യന്തികമായി ട്രായുടെ താരിഫ് ഓർഡർ നടപ്പിലാക്കുന്നതോടെ വൻ നേട്ടം കൊയ്യുക പേ ചാനൽ കമ്പനികളായിരിക്കും. ഈ വിഷയത്തെ ഗൗരവപൂർവ്വം നിരീക്ഷിക്കണം.
പേ ചാനലുകളുടെ മാക്സിമം നിരക്ക് 19 രൂപയിൽ നിന്ന് 10 രൂപയായി കുറയ്ക്കുക. കേബിൾ TV വരിക്കാർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന 18% GST ഒഴിവാക്കുകയോ 5% കുറയ്ക്കുകയോ ചെയ്യുക. കേബിൾ TV ബേസിക് നിരക്ക് 150 ചാനലുകൾക്ക് 200 രൂപയായി പുനർനിശ്ചയിക്കുക. 25 ചാനലുകൾക്ക് 20 രൂപ നെറ്റ്വർക്ക് ഫീയായി നിശ്ചയിച്ചത് ചാനൽ ഒന്നിന് 1 രൂപ എന്ന നിരക്കിൽ 25 രൂപയാക്കി നിശ്ചയിക്കുക. പേ ചാനൽ MSO LCO കമ്മീഷനായി 40% നിബന്ധനകളില്ലാതെ അനുവദിക്കുക. പേ ചാനലുകളിലെ പരസ്യ സംപ്രേഷണ ദൈർഘ്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരിക. വിവരവിനിമയ മാധ്യമ മേഖലയുടെ ഭാഗമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ കേബിൾ TV മേഖലയിൽ കുത്തക കമ്പനികളുടെ കടന്നുകയറ്റത്തിനും ഇവർ സൃഷ്ടിക്കുന്ന അനാരോഗ്യ മത്സരത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും COA ഉന്നയിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുകളുടെ സംയുക്ത സമിതി നേതാക്കളായ K. വിജയകൃഷ്ണൻ, E. ജയദേവൻ, അനിൽ പ്ലാവിയൻസ്, SK മധു, മസൂദ്, പൗലോസ് അന്തിക്കാട്, സജി ജോസഫ്, നവീൻ VT തുടങ്ങിയവർ പങ്കെടുത്തു. കുത്തകകളെയും ബ്രോഡ്കാസ്റ്റർമാരെയും സഹായിക്കുന്ന കേന്ദ്ര നിയമങ്ങൾക്കെതിരെ വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ COA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ഉപജീവന മാർഗം തന്നെ ഇല്ലാതാക്കുന്ന നയമാണ് ട്രോയ് നടപ്പിലാക്കുന്നതെന്നും TV രാജേഷ് MLA നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. കേബിൾ TV മേഖലയെ തകർക്കുന്നതും കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതുമായ ട്രായുടെ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം നടത്തുന്നതെന്നും ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ഉപജീവന മാർഗത്തെ സംരക്ഷിക്കുന്നതിനുമാണ് പ്രതിഷേധമെന്ന് TV രാജേഷ് MLA നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ട്രായുടെ തീരുമാനത്തിനെതിരായി നമ്മുടെ രാജ്യത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ 24-ാം തീയതി രാജ്യമെമ്പാടും കേബിൾ ഓഫ് ചെയ്തുകൊണ്ട് പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലൊരുക്കുന്ന ഒരു മേഖലയാണ് ചെറുകിട കേബിൾ TV രംഗം എന്ന് പറയുന്നത്. മാത്രമല്ല, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വാർത്തകളും എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളും ലഭ്യമാകുന്നുമുണ്ട്. എന്നാൽ ട്രായുടെ പുതിയ നിർദ്ദേശം, പുതിയ ഓർഡിനൻസ് ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് അനുകൂലമായ കുറഞ്ഞ നിരക്കിൽ ഇത്തരത്തിൽ ചാനലുകൾ കാണാനുള്ള അവസരം നിഷേധിക്കുന്നതാണ്. അപ്പോൾ ഇത് കോർപ്പറേറ്റുകളെ സഹായിക്കാനുള്ളതാണ്. അതിലപ്പുറം ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമായ ചെറുകിട കേബിൾ TV മേഖലയെ പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്നതുമാണ്. ഈ തീരുമാനത്തിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. 24-ന് കേബിൾ TV ഓപ്പറേറ്റർമാർ നടത്തുന്ന രാജ്യമെമ്പാടും നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും അറിയിക്കുക. ട്രായ് നിർദ്ദേശിച്ച പുതിയ നിരക്കും GSTയും കേബിൾ വരിക്കാരെയും കേബിൾ ഓപ്പറേറ്റർമാരെയും വലിയ രീതിയിലാണ് ബുദ്ധിമുട്ടിലാക്കുന്നത്. ഇതിനെതിരെയാണ് പ്രതിഷേധം നടത്താൻ നിർബന്ധിതരായതെന്നും COA സംഘാടകർ വ്യക്തമാക്കി. കേരളത്തിലെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ഭാരം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും അതോടൊപ്പം ചെറുകിട അടക്കമുള്ള കേബിൾ TV മേഖലകൾ, ആ കേബിൾ TV മേഖലകളെ പൂർണ്ണമായി തകർക്കുന്ന രീതിയിലുള്ള ഒരു താരിഫ് ഓർഡറാണ് ട്രായ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ തുടക്കത്തിൽ അത് 100% ഉപഭോക്തൃ സൗഹൃദമാണെന്ന് ട്രായ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അനുഭവത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഉപഭോക്താക്കളുടെ മേൽ നിലവിലുള്ളതിനേക്കാൾ വലിയ ഭാരം കെട്ടിവെക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം നിലവിൽ 200 മുതൽ 250, 260 രൂപ വരെയൊക്കെയാണ് കേബിൾ TV വാടക കേരളത്തിൽ നിലനിൽക്കുന്നത്. അതിൽ നിന്നും 30-40 രൂപ മാത്രമാണ് ഇത്രയും പേ ചാനലുകൾക്ക്. ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ 150-ന് മേലെ പേ ചാനലുകൾ അവർക്ക് ലഭ്യമാണ്. അത്രയും പേ ചാനലുകൾക്ക് വളരെ ചുരുങ്ങിയ നിരക്കിൽ ഈ കേബിൾ TV മേഖല അവർ നിലവിൽ ലഭ്യമാണ്. പണം കൊടുക്കേണ്ട ചാനലുകളുടെ പരമാവധി നിരക്ക് 19 രൂപയിൽ നിന്ന് 10 രൂപയാക്കുക, കേബിൾ TV വരിക്കാർക്ക് ഏർപ്പെടുത്തിയ 18% GST ഒഴിവാക്കുകയോ 5% ആക്കുകയോ ചെയ്യുക, കേബിൾ TVയുടെ അടിസ്ഥാന നിരക്ക് 150 രൂപയിൽ നിന്ന് 200 ആക്കുക, 25 ചാനലുകൾ 20 രൂപ നെറ്റ്വർക്ക് ഫീസായി നിശ്ചയിച്ചത് ചാനലിന് 1 രൂപ നിരക്കിൽ 25 രൂപയായി പുനർനിശ്ചയിക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. പ്രത്യക്ഷത്തിൽ തോന്നാൻ നമുക്ക് ലാഭകരമാണ്, നമുക്ക് ആവശ്യമുള്ള ചാനൽ മാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതിയല്ലോ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിൽ കൊടുത്തു വരുന്ന സംഖ്യയിൽ കുറവ് വരും എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ വരാൻ വേണ്ടി പോകുന്നത് ഭാവിയിൽ വലിയ തോതിലുള്ള വർധനവായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ വേണ്ടി പോകുന്നത് എന്നതാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കേബിൾ TV CIO നടത്തുന്ന ഈ സമരം തികച്ചും ന്യായമാണ്. വളരെ പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ സമരം നടത്തുന്നത്. ആ സമരം എന്ന് പറഞ്ഞത് അവരെ ബാധിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല,
ജനങ്ങളെ ബാധിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടിയാണ് അവർ ഈ സമരം നടത്തുന്നത്. തീർച്ചയായിട്ടും ആ സമരത്തിന് CITUവിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പ്രതിഷേധ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ COA ഓപ്പറേറ്റർമാർ കണ്ണൂർ സ്റ്റേഡിയത്തിൽ വെച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഉൾപ്പെടെ സമരത്തിന്റെ ഭാഗമാകുമെന്നും സമരം വിജയിപ്പിക്കണമെന്നും COA പൊതുജനങ്ങളോടും ബന്ധപ്പെട്ടവരോടും അറിയിച്ചു. അതിൻ്റെതായ രീതിയിൽ ജനങ്ങളിൽ എത്തിക്കുന്ന ചെറിയ രീതിയിലുള്ള തുക ഈടാക്കിക്കൊണ്ട് ജനങ്ങളിൽ എത്തിക്കുമ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ട് എല്ലാ മേഖലകൾക്കും കുത്തകകളെ വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേബിൾ രംഗത്തും അത്തരത്തിലുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കുന്നത്. തികച്ചും അത്യധികം പ്രതിഷേധിക്കുന്നതിന് തയ്യാറെടുക്കേണ്ട ഒരു വിഷയമാണിത്. അധികം പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലക്കകത്ത് ഇനി വരും കാലത്ത് അത്തരത്തിൽ ചാനലുകൾ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുന്നതിന്, എല്ലാ ഉപഭോക്താക്കൾക്കും വേണ്ട രീതിയിൽ എത്തിക്കുന്നതിന് കഴിയാത്ത വിധത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിർദ്ദിഷ്ട കണ്ടങ്കാളി എണ്ണ സംഭരണ പദ്ധതി ഉപേക്ഷിക്കുക, ലാൻഡ് അക്വിസിഷൻ ഓഫീസ് അടച്ചുപൂട്ടുക തുടങ്ങിയ ആവശ്യങ്ങളുമായി കണ്ടങ്കാളി പെട്രോളിയം പദ്ധതി വിരുദ്ധ സമരസമിതിയുടെ സത്യഗ്രഹം പയ്യന്നൂർ ഷെനായ് സ്ക്വയറിൽ നടന്നു. ജൈവനീതി സത്യഗ്രഹം സ്വാതന്ത്ര്യ സമര സേനാനി VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. 85 ഏക്കർ നെൽവയൽ നികത്തി കണ്ടങ്കാളിയിൽ കേന്ദ്രീകൃത എണ്ണ സംഭരണശാല സ്ഥാപിക്കുന്നതിനെതിരായ ജനകീയ സമരം പുതിയ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വയലും കുന്നും പുഴയും കായലും നശിപ്പിക്കുന്ന കണ്ടങ്കാളി പെട്രോളിയം സംഭരണ പദ്ധതി ഉപേക്ഷിക്കുക, ഭൂമി ഏറ്റെടുക്കുന്നതിനായി പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് അടച്ചുപൂട്ടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. ഭൂഗോളം മനുഷ്യവാസ യോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ വികസനത്തിന് കടിഞ്ഞാൺ വേണമെന്നും ഭാവിയെ ആശങ്കാജനകമാക്കുന്ന ഈ വികസനം ഏതിലേക്ക് എത്തിക്കുകയാണെന്നാണ് ആർക്കും അറിയില്ല. ലാഭം മാത്രം ലക്ഷ്യം വെക്കുന്ന വിപണി ആധിപത്യമുള്ള സമൂഹമായും നാം മാറിയിരിക്കുന്നുവെന്നും അധികാരം വികേന്ദ്രീകരിക്കപ്പെടുന്നതും സുസ്ഥിരമായ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥിതിക്ക് വേണ്ടിയുള്ളതുമായ ഗാന്ധിയൻ വികസന സങ്കല്പങ്ങളാണ് ഇനി വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ടങ്കാളി പദ്ധതി വിരുദ്ധ സമരസമിതി ചെയർമാൻ TP പത്മനാഭൻ മാസ്റ്റർ, PP ദാമോദരൻ, K രാമചന്ദ്രൻ, വിനോദ് കുമാർ രാമന്തളി, KP രാജേന്ദ്രകുമാർ, VTV മോഹനൻ, V മണിരാജ്, ഡോക്ടർ E ഉണ്ണികൃഷ്ണൻ, PP മോഹനൻ മാസ്റ്റർ, രവീന്ദ്രൻ നായനാർ, അപ്പുക്കുട്ടൻ കാരയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തോട്ടം തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തും. വർഷങ്ങളായുള്ള സമരത്തിനും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് ഇത് തത്വത്തിൽ ധാരണയായിരിക്കുന്നത്. ഇനി പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികൾക്ക് ആശ്വസിക്കാം. സ്ഥിര നിയമനം എന്ന അറിയിപ്പ് ഇവർക്ക് ഉടനെ ലഭിക്കും. കാസർഗോഡ് ചീമേനി എസ്റ്റേറ്റുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കെല്ലാം ഇതിന്റെ പ്രയോജനം ലഭിക്കും. 243 തൊഴിലാളികളെയാണ് സ്ഥിരപ്പെടുത്തുക. കുറഞ്ഞപക്ഷം 5 വർഷം സർവീസ് ബാക്കിയുള്ളവർക്ക് മാത്രമേ ഗ്രാറ്റുവിറ്റി നൽകാവൂ എന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഇളവു ചെയ്താണ് ഇവർക്കും ഗ്രാറ്റുവിറ്റി നൽകാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത്. കോട്ടയത്ത് നടന്ന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K ഉദയഭാനുവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനമുണ്ടായത്. ഇത്രയും കാലം തൊഴിലാളികൾക്ക് യാതൊരുവിധ പരിഗണനയുമില്ലായിരുന്നു. എൻഡോസൾഫാൻ വിഷമഴ പെയ്ച്ച കോർപ്പറേഷനിലെ തൊഴിലാളികൾ അതെല്ലാം സഹിച്ചാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ വർഷം 100 പണിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് അനുസരിക്കാതെ തരമില്ലായിരുന്നു. ഇനി വർഷത്തിൽ ഇവർക്ക് 300 പണി ലഭിക്കും. കൂലി എല്ലാവർക്കും തുല്യമായിരുന്നു. ആരോഗ്യ പരിരക്ഷ, വിരമിക്കുന്ന സമയത്തുള്ള ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം ഇനി ഇവർക്ക് ലഭിക്കും. കഴിഞ്ഞ കുറേ കാലമായി ഈ പ്ലാന്റേഷനിൽ സ്ഥിരം
ഏകദേശം 10-41 കൊല്ലം മുമ്പേ ഇത് പാലശ്ശേരി വന്നതാണ്. അന്ന് സ്ഥിരം തൊഴിലാളിയായിട്ട് ഒരു 90-100 കീഴെ തൊഴിലാളികൾ ഇല്ലതാണ്. അതിൽ നിന്ന് റിട്ടയർഡായി പോയവരെ രണ്ടാമത് സ്ഥിരമായിട്ട് എടുത്തില്ല. ഇപ്പം നിരന്തരമായിട്ട് AITUCൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം സ്ഥിരപ്പെടുത്തിയത്. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നൽകിയ വാഗ്ദാനമാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത്. കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും തൊഴിലാളികളെ ഒന്നിച്ച് സ്ഥിരപ്പെടുത്തുന്നത്. കാസർഗോഡ് എസ്റ്റേറ്റിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകുമെന്ന് പറയുമ്പോൾ ചീമേനിനെ എസ്റ്റേറ്റിനെ പറ്റി മൗനം പാലിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. താവം പള്ളിക്കരയിൽ സ്വകാര്യ വ്യക്തി തണ്ണീർത്തടം നികത്തുന്നു. തണ്ണീർത്തടം നികത്തൽ അധികൃതരുടെ മൗനാനുവാദത്തോടെ എന്ന ആക്ഷേപം. പ്രദേശത്ത് ജലസംഭരണി മണ്ണിട്ട് നികത്തുന്നവർക്കെതിരെ നടപടി കർശനമാക്കണമെന്ന് ആവശ്യം ശക്തം. താവം പോസ്റ്റ് ഓഫീസ് പള്ളിക്കര റോഡരികിൽ കൈപ്പാട് പ്രദേശമാണ് സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ നികത്തുന്നത്. നേരത്തെ ഇത് നികത്താൻ ശ്രമമുണ്ടായിരുന്നു. അന്ന് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. ബുധനാഴ്ച കാലത്ത് മുതൽ വീണ്ടും ടിപ്പർ ലോറികളിൽ മണ്ണെത്തിച്ചാണ് നികത്തൽ ആരംഭിച്ചിരിക്കുന്നത്. അപൂർവ ഇനം കണ്ടൽക്കാടുകളും മറ്റും കണ്ടുവരുന്ന പ്രദേശമാണ് സ്വകാര്യ വ്യക്തി നിയമങ്ങൾ കാറ്റിൽ പറത്തി മണ്ണിട്ട് നികത്തുന്നത്. നേരത്തെ സ്ഥലം നികത്തുമ്പോൾ ബന്ധപ്പെട്ട റവന്യൂ അധികൃതരെ വിവരമറിയിച്ചിരുന്നു. എന്നാൽ കർശന നടപടി സ്വീകരിക്കാത്തതാണ് വീണ്ടും നികത്താൻ കാരണമാകുന്നത്. തണ്ണീർത്തടം നികത്തി വിൽപ്പന നടത്തുന്നതും ചെറുകുന്നിൽ വ്യാപകമാണ്. പലപ്പോഴും ആദ്യഘട്ടത്തിലുണ്ടാകുന്ന പ്രതിഷേധങ്ങളും നടപടിക്രമങ്ങളും പിന്നീട് അങ്ങോട്ട് ഉണ്ടാകാറില്ല. ഇത്തരം പ്രവണത നിലം നികത്തുന്നവർക്ക് അനുകൂലമാവുകയാണ് ചെയ്യുന്നത്. ചെറുകുന്ന് പള്ളിക്കര പ്രദേശത്തെ മത്സ്യസമ്പത്ത് കുറയുന്നതിനും ഇത്തരം പ്രവൃത്തികൾ വഴിയൊരുക്കും. പള്ളിക്കരയിൽ കൈപ്പാട് നികത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും നിലം നികത്താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാരെ വീഴ്ത്തുന്ന കൂറ്റൻ വേര് അധികൃതർ നീക്കാൻ നടപടി തുടങ്ങി. മംഗളൂരു വർക്ക്സ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ സെക്ഷന് കീഴിലെ കരാറുകാരാണ് കൂറ്റൻ തണൽമരം മുറിച്ചു മാറ്റുന്നതിന് നടപടി തുടങ്ങിയിട്ടുള്ളത്. പ്രശ്നം ചൂണ്ടിക്കാട്ടി നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് ഇംപാക്ട്. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ വീഴ്ത്തുന്ന തരത്തിലുണ്ടായ തണൽമരത്തിന്റെ കൂറ്റൻ വേര് അധികൃതർ മുറിച്ചു നീക്കാൻ നടപടി തുടങ്ങി. തൃക്കരിപ്പൂർ സ്റ്റേഷന്റെ കിഴക്കുഭാഗത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുമ്പോൾ അല്പം അശ്രദ്ധയുണ്ടായാൽ യാത്രക്കാരുടെ ജീവൻ വരെ കവർന്നെടുക്കുന്ന തരത്തിൽ കൂറ്റൻ വേര് സ്ലാബുകൾ ഇളക്കി ഉയർന്നു നിൽക്കുന്ന നിലയിലുണ്ടായത്. നൂറുകണക്കിന് യാത്രക്കാർ ട്രെയിനിനായി രാവിലെയും വൈകുന്നേരവും വരികയും പോവുകയും ചെയ്യുന്ന തൃക്കരിപ്പൂർ സ്റ്റേഷനിൽ ഈ അപകടക്കെണി അധികൃതരുടെ മുൻപാകെ നെറ്റ്വർക്ക് ചാനൽ കൊണ്ടുവരികയായിരുന്നു. ട്രെയിൻ എത്തുമ്പോൾ പ്ലാറ്റ്ഫോമിലൂടെ മുന്നോട്ട് നോക്കി നടന്നാൽ ട്രെയിനടിയിലൂടെ പാളത്തിലേക്ക് വീഴുമെന്ന അവസ്ഥയിലായിരുന്നു തണൽമരത്തിന്റെ വേര്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വൻ ദുരന്തം വഴിമാറിയിരുന്നത്. വേരിൽ തടഞ്ഞാൽ വീഴ്ച മാത്രമല്ല ജീവൻ തന്നെ അപകടത്തിലാവുമായിരുന്നു. പ്ലാറ്റ്ഫോമിലേക്ക് ഉയർന്നു വന്ന വേര് 10 മീറ്റർ നീളത്തിൽ സ്ലാബുകൾ ഇളക്കി എന്നത് മാത്രമല്ല ഇരിപ്പിടത്തെ തന്നെ മറിച്ചിടാനുള്ള അവസ്ഥയാണ് ഉണ്ടാക്കിയിരുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. നമ്മൾ IOW പറഞ്ഞു വിട്ടിട്ട് നമ്മൾ സൈറ്റ് നോക്കാൻ വേണ്ടി വന്നു. മംഗളൂരു വർക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ സെക്ഷന് കീഴിലെ കരാറുകാരാണ് കൂറ്റൻ തണൽമരം മുറിച്ചു മാറ്റുന്നതിന് നടപടി തുടങ്ങിയിട്ടുള്ളത്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ പ്ലാറ്റ്ഫോമിൽ അപകടകരമായ രീതിയിലുള്ള മരത്തിന്റെ വേര് നീക്കം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തരിശിട്ട പറമ്പുകൾ കൃഷിയോഗ്യമാക്കി ജൈവ കർഷകൻ KBR കണ്ണൻ പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളയിച്ചു. പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പയ്യഞ്ചാൽ ഗ്രൗണ്ടിന് സമീപത്തെ ഒരേക്കറോളം പൂഴി പ്രദേശമാണ് കൃഷിയോഗ്യമാക്കി KBR കണ്ണൻ പച്ചക്കറി കൃഷി ഇറക്കിയിരിക്കുന്നത്. തീർത്തും ജൈവ കൃഷിയിൽ വിളയിച്ചെടുത്ത വെള്ളരിയും കുമ്പളവും മത്തനും പടവലവും കക്കിരിയും വെണ്ടയും എല്ലാം കൃഷിയിടത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. ബയോഗ്യാസ് സ്ലറിയും ജീവാമൃതവും പിണ്ണാക്കും ചാണകവും പുളിപ്പിച്ചതുമെല്ലാം ഉപയോഗിച്ചാണ് കൃഷി വ്യാപിപ്പിച്ചിരിക്കുന്നത്. പാരമ്പര്യ വിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. അധ്വാനിച്ചാൽ കൂടുതൽ വിളവ് ലഭിക്കുമെന്നാണ് 38 വർഷമായി ജൈവ കൃഷി രംഗത്തുള്ള KBR കണ്ണൻ പറയുന്നത്.
ഇപ്പം 2 ഏക്കറോളം പച്ചക്കറി കൃഷി ഇറക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ 1 ഏക്കറയാണ്. അതിലിപ്പം വെള്ളരി ഇപ്പം വിളവെടുക്കാൻ ഇന്നിപ്പം വെള്ളരി വിളവെടുത്തു. 50 കിൻറ്റൽ വെള്ളരി ഇപ്പം വിളവെടുത്തു. ഒന്നാം ഘട്ടം നല്ല രീതിയിൽ. ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ കുമ്പളമുണ്ട്, കുമ്പളം വിളവെടുക്കാനുണ്ട്. വണ്ടി ഇപ്പം വിളവെടുക്കാനായി. അതേമാതിരി തന്നെ മത്തനുണ്ട്, പിന്നെ പടവളമുണ്ട്, പിന്നെ വഴുതനയുണ്ട്. അങ്ങനെ എല്ലാ പച്ചക്കറികളും 10-15ഓളം ഇനം പച്ചക്കറികൾ ഇവിടെയുണ്ട്. ഇനി 2ാം ഘട്ടം പുറത്താണ്. അവിടെ 1 ഏക്കർ അതിപ്പം ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ പുതുതായി തുടങ്ങിയാണ്. ഇതിൽ പറഞ്ഞാൽ ഇതെല്ലാം കൊണ്ടുപോയി നമ്മൾ ഇക്കോ ഷോപ്പിലേക്കാണ് വെക്കുന്നത്. പെരുമ്പയിൽ KSRTC മുമ്പിൽ ഇക്കോ ഷോപ്പുണ്ട്. ജൈവോൽപ്പന്ന യൂണിയൻ സ്വന്തം ഷോപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വിളവെടുത്തിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 100%, 38 വർഷമായിട്ട് 100% ജൈവ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ജൈവകൃഷിയും പ്രകൃതികൃഷിയും ചെലവില്ലാ കൃഷിയും. അതായത് 3-4 പശുവുണ്ട്. ആ പശുവിനെ കൊണ്ട് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ സ്ലറി ഉപയോഗിച്ചിട്ടും പിന്നെ ജീവാമൃതം ഉപയോഗിച്ചിട്ടും അതിനെ പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെ പൂർണ്ണ 100% ജൈവ രീതിയിലാണ് ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. 38 വർഷമായിട്ട് അതിന് വിളയിച്ചെടുത്ത വെള്ളരിയും മത്തനും വെണ്ടയും തുടങ്ങിയ ഉൽപ്പന്നമെല്ലാം പെരുമ്പയിലെ ഇക്കോ ഷോപ്പിലാണ് മിതമായ നിരക്കിൽ വിൽപ്പന നടത്തുന്നത്. ഇതിലൂടെ വിഷരഹിത പച്ചക്കറി ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും KBR കണ്ണൻ അഭിപ്രായപ്പെട്ടു. പ്രകൃതി കർഷകൻ, പ്രകൃതി ചികിത്സകൻ, നാടക നടൻ, മജീഷ്യൻ തുടങ്ങിയ നിലയിലെല്ലാം സജീവമായ KBR വീട് തന്നെ ജൈവകൃഷിക്കായി ഒരു പാഠശാലയാക്കിയിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ടി ബാബു, പഴയങ്ങാടി. മാണിയാട്ട് സർവീസ് സഹകരണ ബാങ്ക് റൂപേ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ജനസേവന കേന്ദ്രം ഉദ്ഘാടനവും ആദരിക്കലും മാണിയാട്ട് നടന്നു. MP P കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്കിന്റെ സഹായത്തോടെയാണ് മാണിയാട്ട് സർവീസ് സഹകരണ ബാങ്കിൽ റുപേ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. സംഘം തല റുപേ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയുടെ ഉദ്ഘാടനവും MV കോമൻ നമ്പ്യാർക്കുള്ള ഉദ്ഘാടനവും 36 വർഷം ബാങ്ക് പ്രസിഡന്റായി പ്രവർത്തിച്ച MV കോമൻ നമ്പ്യാർക്കുള്ള ഉപഹാര സമർപ്പണവും മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷനായി. മിഡ്കോ ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ V മുഹമ്മദ് നൌഷാദ് നിർവഹിച്ചു. ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ V ചന്ദ്രൻ റുപേ കിസാൻ ക്രെഡിറ്റ് കാർഡ് വിതരണം ചെയ്തു. അഗ്രികൾച്ചർ ഓഫീസർ M പ്രവീൺകുമാർ ഹ്രസ്വകാല കാർഷിക വായ്പ റുപേ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി വിശദീകരണം നിർവഹിച്ചു. VV നാരായണൻ, K ദാമോദരൻ, TV നളിനി, CV നാരായണൻ, AV ചന്ദ്രൻ, N രവീന്ദ്രൻ, അഡ്വക്കേറ്റ് ജെയ്സൺ തോമസ്, KV രാജേഷ്, KV രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കർഷക രക്ഷ മതേതര ഭാരതം പുതിയ കേരളം എന്ന മുദ്രാവാക്യവുമായി കേരള കോൺഗ്രസ് M വൈസ് ചെയർമാൻ ജോസ് K മാണി നയിക്കുന്ന കേരള യാത്ര 24-ന് കാസർഗോഡ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. യാത്രയുടെ സ്വീകരണ പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 24-ന് രാവിലെ കാസർഗോഡ് വെച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരള യാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള കോൺഗ്രസ് M പാർട്ടി ചെയർമാൻ KM മാണി അധ്യക്ഷനാവും. വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് ജോസ് K മാണിക്ക് പതാക കൈമാറി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് ചെറുപുഴയിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ UDFന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. 25-ന് 1 മണിക്ക് കണ്ണൂർ ജില്ലയിലെ പര്യടനം ചെറുപുഴയിൽ നിന്നും ആരംഭിക്കും. 300 വാഹനങ്ങളുടെ അകമ്പടിയോടെ ചെറുപുഴയിൽ നിന്നും ആരംഭിച്ച് ശ്രീകണ്ഠാപുരത്തെ സ്വീകരണത്തിനു ശേഷം ഇരിട്ടിയിൽ സമാപിക്കും. ചെറുപുഴയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ ജോസഫ് മുള്ളൻമട, ജോബിച്ചൻ മൈലാടൂർ, ഡെന്നി കാവാലം, സാജു പുത്തൻപുര, സജി തോപ്പിൽ, ബേബിച്ചൻ താന്നിക്കൽ എന്നിവർ പങ്കെടുത്തു. മാടായി തിരുവർക്കാട്ടുകാവ് മകരപ്പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി മകരപ്പൊങ്കാല നടന്നു. മുഖിയ സമുദായങ്ങളാണ് മകരം 9-ന് മാടായിക്കാവിലമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം അർപ്പിക്കുന്നത്. വൻ ഭക്തജനത്തിരക്കാണ് മാടായിക്കാവിൽ അനുഭവപ്പെട്ടത്. മുഖേ സമുദായത്തിൽപ്പെട്ടവരാണ് മകരം 9-ന് മാടായിക്കാവിലമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നത്. ഈ ദിവസം മുഖേ സമുദായത്തിലെ സ്ത്രീകൾ പുതിയ കലവും നിവേദ്യത്തിനാവശ്യമായ അരിയും മറ്റ് സാധനങ്ങളുമായി ക്ഷേത്രത്തിലെത്തുന്നു. ക്ഷേത്രം കർമ്മികർ പൊങ്കാല നിവേദ്യമുണ്ടാക്കി ദേവിക്ക് സമർപ്പിച്ച ശേഷം ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ വെച്ച് പൊങ്കാല നിവേദ്യം നൽകുന്നു. മുട്ടത്ത്, മാടായി, കാരക്കടവത്ത്, വേങ്ങാട്ട് കുടുംബത്തിൽപ്പെട്ട മുഖേ സമുദായക്കാരാണ് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നത്. എല്ലാ വർഷവും മകരം 9-ാം തീയതി മുക്കുവ മോഗേ സമുദായക്കാർ അവരുടെ അമ്മേൻ്റെ അടുക്ക് അടിമ അവർ ഒരു വർഷത്തേക്കുള്ള അനുഗ്രഹം വാങ്ങിയിട്ട് പോകുന്നതാണ് പതിവ് ഇവിടുന്ന്. അതേമാതിരി അവർക്ക് വിശേഷമായിട്ട് മകരപ്പൊങ്കാല എന്താ വെച്ചാൽ കലം വരും. മൺകലത്തിൽ പുതിയ മൺകലത്തിൽ നല്ല പുന്നലേരി കൊണ്ടുവന്നിട്ട് ഇവിടെ നിവേദ്യ ഉള്ളിൽ ശാന്തിക്കാർ വെച്ചിട്ട് അവർക്ക്
അത് കൊണ്ടുപോയി അവരെ വീട്ടിൻ്റെ പടിഞ്ഞിട്ടയിൽ വെച്ചിട്ട് നിവേദ്യം എല്ലാവരും സ്വീകരിക്കുന്ന ചടങ്ങാണ്. മുൻകാലങ്ങളിൽ മാടായി പ്രദേശത്ത് താമസിച്ചിരുന്നവർ പിന്നീട് മറ്റു ദേശങ്ങളിലേക്ക് താമസം മാറ്റുകയായിരുന്നു. ഇപ്പോൾ കാഞ്ഞങ്ങാട്, നീലേശ്വരം, പയ്യന്നൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തിച്ചേരുന്നത്. മാടായി തറവാട്ടുകാർ 2 തറവാട്ടുകാരാണ് അന്ന് ഈ കാലത്ത് ഈ പ്രാന്തപ്രദേശത്ത് ജീവിച്ചിട്ടുണ്ടായത്. അവർ അന്ന് ഈ മാടായി കാവിൻ്റെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. ആ ബന്ധത്തിലാണ് ഇന്ന് ഇവിടെ മകരം 9-ന് ഈ ക്ഷേത്രത്തിൽ ഈ തറവാട്ടുകാരും മറ്റു സമുദായത്തിലെ ആൾക്കാരും എല്ലാവരും വന്നുകൂടുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഈ ദിവസം മറ്റ് ആൾക്കാർക്കൊന്നും ഇവിടെ പ്രവേശനമില്ല എന്ന് വെച്ചാൽ അങ്ങനെയല്ല, പ്രവേശനമുണ്ട്. പക്ഷേ മറ്റ് കാര്യങ്ങൾ പൂജാതി കാര്യങ്ങൾക്കൊന്നും മറ്റുള്ള പുറത്തുള്ള ആൾക്കാർക്കൊന്നും നിന്നില്ല. ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ അകത്തും പൂജാ കാര്യങ്ങൾക്ക് ഈ സമുദായത്തിൻ്റെ ആൾക്കാർ കൊണ്ടുവന്ന അരി, വെള്ളം എന്നീ സാധനങ്ങൾ കൊണ്ടുവന്നാണ് ഇന്ന് നിവേദ്യം നെയ്യുന്നത്. ആ നിവേദ്യമാണ് ഇന്ന് ദേവിക്ക് കൊടുക്കുന്നത്. അത് 2 മണിയോടുകൂടി പൂജയൊക്കെ കഴിയും. ഇതിൻ്റെ പ്രാധാന്യം ഇതാണ്. ഈ മകരം 9 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരം ഇന്നും ഭക്തിയാദരപൂർവ്വമാണ് നടന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തൃക്കരിപ്പൂർ റൂറൽ കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ജനുവരി 24-ന് വ്യാഴാഴ്ച 2 മണിക്ക് നടക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം നിർവഹിക്കും. തൃക്കരിപ്പൂർ റൂറൽ കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയുടെ കെട്ടിടോദ്ഘാടന ചടങ്ങിൽ സംഘം പ്രസിഡന്റ് KV വിജയൻ അധ്യക്ഷത വഹിക്കും. കെ പ്രസീത റിപ്പോർട്ട് അവതരിപ്പിക്കും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ സ്ട്രോങ് റൂം ഉദ്ഘാടനം നിർവഹിക്കും. ഹൌസ് ഫെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് M ഇബ്രാഹിംകുട്ടി കൌണ്ടർ ഉദ്ഘാടനം നിർവഹിക്കും. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ V മുഹമ്മദ് നൌഷാദ് ആദ്യ നിക്ഷേപം സ്വീകരിക്കും. DCC പ്രസിഡന്റ് ഹക്കിം കുന്നിൽ കമ്പ്യൂട്ടർ ഉദ്ഘാടനവും ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ V ചന്ദ്രൻ വായ്പാ വിതരണവും നിർവഹിക്കും. ഹൌസ് ഫെഡ് ഡയറക്ടർ KV സുധാകരൻ ആദ്യകാല മെമ്പർമാരെ ആദരിക്കും. ജില്ലയിലെ മുതിർന്ന സഹകാരിയും കാസർഗോഡ് ജില്ലാ ഹൌസിംഗ് സംഘത്തിന്റെ ദീർഘകാല പ്രസിഡന്റുമായിരുന്ന TV കോരനെ ആദരിക്കും. TV ബാലകൃഷ്ണൻ സ്ഥാപക പ്രസിഡന്റിന്റെ ഫോട്ടോനാച്ഛാദനം നിർവഹിക്കും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ ഉപഹാര സമർപ്പണം നിർവഹിക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. KV വിജയൻ, PP അബ്ദുള്ള, K പ്രസീത, KV മുകുന്ദൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ണൂർ രൂപതയുടെ 5ാമത് പിലാത്തറ ബൈബിൾ കൺവെൻഷൻ അഭിഷേകാഗ്നി ജനുവരി 26-ന് മേരിമാത സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. 26-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കണ്ണൂർ രൂപതയുടെ ബിഷപ്പായിട്ടുള്ള അഭിവന്യ അലക്സ് വടക്കുംതല പിതാവാണ്. പിന്നെ മറ്റു ദിവസങ്ങളിൽ വിവിധ രൂപതകളിൽ നിന്നുള്ള രൂപതാ മെത്രാന്മാർ. പ്രസിദ്ധ ധ്യാനഗുരു ഫാദർ സേവ്യർ ഖാൻ വട്ടായിലും അട്ടപ്പാടി സെഹ്യോൻ ധ്യാന ടീമും നയിക്കുന്ന പ്രാർത്ഥനകളുടെയും അനുഗ്രഹങ്ങളുടെയും കൺവെൻഷൻ 26-ന് ശനിയാഴ്ച രാവിലെ 9-ന് കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ കോട്ടയം അതിരൂപതാ മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട്, കോഴിക്കോട് രൂപതാ മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, തലശ്ശേരി അതിരൂപത സഹായ മെത്രാൻ മാർ ജോസഫ് പാമ്പ്ളാനി എന്നിവർ ദിവ്യബലി അർപ്പിച്ച് വചന സന്ദേശം നൽകും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നും 10,000-ൽ പരം വിശ്വാസികൾ പങ്കെടുക്കുന്ന കൺവെൻഷന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. കൺവെൻഷനിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ പരിമിതമായ താമസ സൗകര്യം ഒരുക്കുന്നതാണെന്നും ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ ജോയ് പൈനാടത്ത്, ഫാദർ മാർട്ടിൻ രായപ്പൻ, ഫാദർ ആരിഷ് സ്റ്റീഫൻ, ഫാദർ ജോളി അൽഫോൺസ്, ഫാദർ ലിനോ പുത്തൻവീട്ടിൽ, KG വർഗീസ്, അനീഷ് സ്റ്റീഫൻ, ബെന്നി KD, ക്രിസ്റ്റി ദേവസി, ഐസക് പിലാത്തറ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. പയ്യന്നൂർ സെന്റ് തോമസ് ഇടവക ദേവാലയം പള്ളിമേട വെഞ്ചരിപ്പും പൗരോഹിത്യ റൂബി ജൂബിലിയും തിരുനാൾ ആഘോഷവും ജനുവരി 25 മുതൽ 27 വരെ നടക്കും. ഫാദർ ജോസഫ് ഒറ്റപ്രാക്കൽ കൊടിയേറ്റ് നടത്തും. ജനുവരി 25-ന് വൈകിട്ട് കൊടിയേറ്റിന് ശേഷം നടക്കുന്ന കുർബാനയ്ക്ക് ഫാദർ ഷിജോ എബ്രഹാം കാർമ്മികത്വം വഹിക്കും. 26-ന് വൈകിട്ട് 3:45-ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞെർലക്കാട്ടിന് സ്വീകരണം നൽകും. തുടർന്ന് പള്ളിമേടയിൽ വെഞ്ചരിപ്പ്. 4:30-ന് നടക്കുന്ന പൊതുസമ്മേളനം നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്യും. ഡൊമിനിക് പുളിക്കൽ അധ്യക്ഷത വഹിക്കും. 27-ന് രാവിലെ 9 മണിക്ക് തിരുനാൾ കുർബാന നടക്കും. ഫാദർ മാത്യു ആശാരിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം, സമാപന ആശീർവാദം എന്നിവയും നടക്കുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേൽ, ജോയ് ഓരത്തേൻ, ബിജു മാസ്റ്റർ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രം ശുദ്ധി കലശവും പ്രതിഷ്ഠാദിന ഉത്സവവും ജനുവരി 25 മുതൽ 27 വരെ നടക്കും.
തന്ത്രി തെക്കിനെയടുത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ജനുവരി 25 രാവിലെ 9 മണിക്ക് ഭജന നടക്കും. വൈകിട്ട് 6 മണിക്ക് കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിക്കും. ആഘോഷ കമ്മിറ്റി ചെയർമാൻ സദനം നാരായണൻ അധ്യക്ഷത വഹിക്കും. ശിവശക്തി ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടക്കും. 26 രാവിലെ 7:30 ഭജന, 9 മണിക്ക് നാദസ്വര കച്ചേരി, വൈകിട്ട് ചെണ്ടമേളം എന്നിവ നടക്കും. 6 മണിക്ക് സി കൃഷ്ണൻ MLA സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം അഞ്ജു അരവിന്ദിന്റെ നൃത്തസന്ധ്യ അരങ്ങേറും. തുടർന്ന് ഗാനമേളയും ഉണ്ടാകും. 27 പ്രതിഷ്ഠാ ദിനത്തിൽ രാവിലെ പൂജാകർമ്മങ്ങൾ, ശ്രീഭൂതബലി എന്നിവയും, 9 മണിക്ക് നാദസ്വര കച്ചേരിയും, 12 മണിക്ക് പ്രസാദഊട്ടും നടക്കും. വൈകിട്ട് 5:30 തായമ്പക, 6 മണിക്ക് ചരടുകുത്തിക്കോൽക്കളി, 7 മണിക്ക് നാടൻ കലാമേള, രാത്രി 9 മണിക്ക് എഴുന്നള്ളിപ്പ്, തിടമ്പ് നൃത്തം എന്നിവ നടക്കും. ക്ഷേത്രത്തിൽ നിർമ്മിച്ച നടപ്പന്തലിന്റെ സമർപ്പണം ജനുവരി 24 രാവിലെ 11 മണിക്ക് നടക്കും. തന്ത്രി ദീപം തെളിയിക്കും. പ്രതിഷ്ഠാദിന ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സദനം നാരായണൻ, രജീഷ്, VP സദാശിവൻ, കൃഷ്ണവർമ്മ രാജ, M ജയരാജ് നമ്പ്യാർ, ശ്രീജ കെ, രജിത PP, VV ഹരി, അപ്പുക്കൂട്ടൻ പച്ച തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. അറിയിപ്പുകൾ. കുത്തകകളെയും ബ്രോഡ്കാസ്റ്റർമാരെയും സഹായിക്കുന്ന കേന്ദ്ര നിയമങ്ങൾക്കെതിരെ ജനുവരി 24 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ COA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തുന്നു. പ്രമുഖ സംഘടനാ രാഷ്ട്രീയ നേതാക്കന്മാർ പങ്കെടുക്കും. കടന്നപ്പള്ളി പോത്തേര തറവാട് ധർമ്മദേവ ക്ഷേത്രമായ കേളോത്തറ ഭഗവതി ക്ഷേത്രത്തിൽ ജനുവരി 26, 27 തീയതികളിൽ ശുദ്ധികലശവും പുനഃപ്രതിഷ്ഠാ കർമ്മവും നടക്കും. സ്റ്റേറ്റ് സീഡ് ഫാം കാങ്കോലിൽ ഉൽപ്പാദിപ്പിച്ച ജ്യോതി ഇനം നെല്ലിൽ നിന്നുള്ള കുത്തരി ഫാമിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ആവശ്യക്കാർ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 94 96 03 52 23. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കടമുറികൾ നഷ്ടപ്പെടുന്ന വ്യാപാരികളുടെ അടിയന്തര യോഗം ജനുവരി 24 വ്യാഴാഴ്ച 3 മണിക്ക് കരിവെള്ളൂർ AV സ്മാരക ഹാളിൽ നടക്കും. ബന്ധപ്പെട്ടവർ കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അറിയിക്കുന്നു. ഭാരതീയ യുക്തിവാദി സംഘത്തിന്റെ നേതൃത്വത്തിൽ ജനുവരി 27 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് പിലാത്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ശബരിമല സ്ത്രീ പ്രവേശനവും ഭരണഘടനയും കോടതി വിധിയും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ പ്രഭാഷണം നടത്തും. ജനുവരി 23 ആരംഭിച്ച കുന്നരു ഓണപ്പറമ്പ് കക്കീൽ തറവാട് ദേവസ്ഥാനം കളിയാട്ടം ജനുവരി 24 സമാപിക്കും. 24 രാവിലെ 10 മണിക്ക് ചാമുണ്ടിയുടെ തിരുമുടി ഉയരും. ചെറുവിച്ചേരി നെല്ലിയോട്ടുകുണ്ട് ശ്രീ കക്കര ഭഗവതി കാവിലെ കളിയാട്ടം ജനുവരി 24, 25 തീയതികളിൽ നടക്കും. 25 കക്കര ഭഗവതിയുടെ പുറപ്പാട് നടക്കും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഏതേതോ സരണികളിൽ എന്ന കൃതിയിലൂടെ CV ബാലകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായി. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി K സുധാകരൻ. മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ വേദന മനസ്സിലാക്കാൻ കഴിയില്ലെന്നും സ്ത്രീകളെക്കാൾ കഷ്ടമാണ് പിണറായിയുടെ കാര്യമെന്നും K സുധാകരൻ. ആണുങ്ങളെ പോലെ എന്തെങ്കിലും ചെയ്യുമെന്ന്, പക്ഷേ ആണുങ്ങളെ പോലെ ചെയ്തില്ലെന്ന് മാത്രമല്ല പെണ്ണുങ്ങളെക്കാൾ മോശമായി എന്നതാണ് യാഥാർത്ഥ്യം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ജനുവരി 24 കേബിൾ TV ശൃംഖല നിശ്ചലമാകുമെന്ന് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുകളുടെ സംയുക്ത സമിതി. ട്രോയ് നിർദ്ദേശിച്ച താരിഫിലെ അശാസ്ത്രീയ നിർദ്ദേശങ്ങളും അപാകതകളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി 24 അഖിലേന്ത്യാ തലത്തിൽ കേബിൾ TV സംഘടനകൾ ചാനൽ ബ്ലോക്കൌട്ട് പ്രഖ്യാപിച്ചു. വിനോദയാത്രയ്ക്കിടെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. ചെറുപുഴയിലെ അധ്യാപകനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഏഴിമല നേവൽ അക്കാദമി മാലിന്യ പ്രശ്നത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രാമന്തളി പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. യോഗ തീരുമാനപ്രകാരം വൈകിട്ടോടെ സംഘം മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകി. പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തോട്ടം തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തും. വർഷങ്ങളായുള്ള സമരത്തിനും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് ഇത് തത്വത്തിൽ ധാരണയായിരിക്കുന്നത്.
താവം പള്ളിക്കരയിൽ സ്വകാര്യ വ്യക്തി തണ്ണീർത്തടം നികത്തുന്നു. തണ്ണീർത്തടം നികത്തൽ അധികൃതരുടെ മൗനാനുവാദത്തോടെയെന്നും ആക്ഷേപം. വാർത്താ നേരം പൂർണ്ണമാകുന്നു. നമസ്കാരം.